ആർ എസ്സുകാർ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഖില നേതാവ് മോഹൻ ഭഗത് പങ്കെടുക്കുന്ന ജ്ഞാനസഭ നടക്കാൻ പോവുകയാണ്. കേരളത്തിലെ 5 വൈസ് ചാൻസലർമാർക്ക് ഈ ജ്ഞാനസഭയിൽ പങ്കെടുക്കുന്നതിനുള്ള ക്ഷണം നൽകുകയും അവർ പങ്കെടുക്കുകയും ചെയ്യുകയാണ്. RSS സംഘടിപ്പിക്കുന്ന സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായിട്ടുള്ള ജ്ഞാനസഭ സർ സംഘചാലക് മോഹൻ ഭഗത് കൂടി പങ്കെടുക്കുന്ന പരിപാടിയിൽ വൈസ് ചാൻസലർമാർ പങ്കെടുക്കുന്നു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ച് അപമാനപ്പെടുത്തുന്ന രീതിയിലുള്ള ഒന്നാണ്. സഖാവ് EMS കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ വൈസ് ചാൻസലറായിരുന്ന കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ EMSനോട് നിങ്ങളെ കാണണം, അതിന് സമയം അനുവദിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ മുഖ്യമന്ത്രിയെ അങ്ങോട്ട് ചെന്ന് കാണുകയല്ല വേണ്ടത്, മുഖ്യമന്ത്രി വൈസ് ചാൻസലറെ നേരിട്ട് സന്ദർശിച്ച് കാണുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ പാരമ്പര്യമുള്ള നാടാണ് കേരളം. അവിടെ RSസുകാർ ആട്ടിത്തെളിച്ചു കൊണ്ടുവരുന്ന സംഘപരിവാർ യോഗത്തിൽ ആ പാരമ്പര്യമുള്ള വൈസ് ചാൻസലർമാർ നേരിട്ട് പങ്കെടുക്കുന്നു ആവേശത്തോടെ എന്നുള്ളത്, അതുകൊണ്ടാണ് ഞാൻ അപമാനകരമാണ് എന്ന് പറഞ്ഞത്. ഇത് അതിശക്തിയായ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടുന്ന ഒന്നാണ്. ജനാധിപത്യ സമൂഹം, മതനിരപേക്ഷ ഉള്ളടക്കമുള്ള കേരളം ഇത്തരം സംഘപരിവാർ അജണ്ടയെ കൃത്യതയോടുകൂടി മനസ്സിലാക്കുകയും ശരിയായ ദിശാബോധത്തോടെ കാണുകയും ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് പൊതുവായിട്ട് പറയാൻ. അല്ല, വകുപ്പ് പറയാം, വകുപ്പും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും പറയാതെ കൊണ്ടാണോ പോകുന്നത്? പറഞ്ഞുകൊണ്ടാണോ പോകുന്നത്? ആര് അതിനകത്ത് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഇത് ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക പരിപാടിയല്ലല്ലോ, ഇത് വേറൊരു സംഘപരിവാർ പരിപാടിയല്ലേ. ആ സംഘപരിവാർ പരിപാടിയിൽ പോവുകയാണ്. ആ പോകുന്നത് അതിശക്തിയായ രീതിയിലുള്ള മതവൽക്കരണത്തിൻ്റെ ഭാഗമാണെന്നാണ് എൻ്റെ അഭിപ്രായം, ഞങ്ങളുടെ അഭിപ്രായം. അതിൽ സംശയമൊന്നും വേണ്ട. ആരുടെ അഭിപ്രായം വേറെ നോക്കേണ്ട കാര്യമില്ല. എനിക്ക് ആരെ ശക്തിയായ പ്രതിഷേധം രേഖപ്പെടുത്തും. ആരെ അഭിപ്രായമല്ല ഞാൻ പറഞ്ഞത്, ഞാൻ എൻ്റെ അഭിപ്രായമല്ലേ പറഞ്ഞത്, പാർട്ടി അഭിപ്രായമാണ് പറഞ്ഞത്.